നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്വകാര്യ ബസ്സിൽ വെച്ച് യാത്രക്കാരിക്ക് മാനഹാനി വരുത്തിയ യുവാവ് അറസ്റ്റിൽ. ആളൂർ സ്വദേശി പള്ളിത്തറ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജു ആണ് അറസ്റ്റിലായത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവമായ വർണ്ണശലഭങ്ങൾ നടന്നു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് വർണ്ണശലഭങ്ങൾ. സഞ്ചാരികളെ ആകർഷിക്കാനൊരുങ്ങി പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം. പൊതുയിടത്തിൽ മാലിന്യത്തിന് വിട നൽകിയ നവമാറളം എന്ന ആശയമാണ് പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടത്തെ സൃഷ്ടിച്ചത്. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബസ്സിൽ വെച്ച് യാത്രക്കാരിക്ക് മാനഹാനി വരുത്തിയ യുവാവ് അറസ്റ്റിൽ. ആളൂർ സ്വദേശി പള്ളിത്തറ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജു ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വൈകിട്ട് 3:45 ചേർപ്പിൽ വെച്ചാണ് സംഭവം. യുവതി യാത്ര ചെയ്തിരുന്ന ബസ്സിൽ തൊട്ടുപുറകിലെ സീറ്റിലാണ് പ്രതി ഇരുന്നിരുന്നത്. ബസ് ചേർപ്പ് എത്തിയപ്പോൾ പുറകിലിരുന്ന യുവാവ് മുന്നിലെ സീറ്റിന്റെ അരികിലൂടെ കൈയിട്ട് യുവതിയുടെ ദേഹത്ത് സ്പർശിച്ച് മാനഹാനി വരുത്തുകയായിരുന്നു. വിവരം അറിഞ്ഞ ചേർപ്പ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് കണ്ടെത്തി. മാള ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 2 കവർച്ച കേസുകളിലും 1 അടിപിടി കേസിലും ഇയാൾ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാരായണമംഗലത്ത് വെച്ച് ബസ്സിടിച്ച് കാൽനട യാത്രക്കാരൻ മരണപ്പെട്ട കേസിലും ഷൈജു പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതി ഷൈജുവിനെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO MS ഷാജൻ, SI KS സുബിന്ദ്, ഗ്രേഡ് സീനിയർ CPO സിൻഡി ജിയോ, CPOമാരായ KS അർജുൻ, PS സുധീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവമായ വർണ്ണശലഭങ്ങൾ നടന്നു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് വർണ്ണശലഭങ്ങൾ. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സംവിധാനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി കൂടെ നടക്കുന്നത്. തുടർന്നും എല്ലാ വർഷങ്ങളിലും നിങ്ങളുടെ ഈ ഉത്സവ പരിപാടി ഭംഗിയായിട്ട് തന്നെ ഇവിടെ കൊണ്ടാകണം. നിങ്ങളും അതിനൊരു ഭാഗമാകണം. കാരണം നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളെ രക്ഷിതാക്കൾ സംസാരിക്കണം. നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ നമ്മുടെ ഗ്രാമസഭകൾ, ഭിന്നശേഷി ഗ്രാമസഭകളും മറ്റു ഗ്രാമസഭകളും നടക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായും അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും അത് പ്രാബല്യത്തിൽ വരുത്താൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു ഇടപെടൽ ഉണ്ടാകണം. പിന്നെ നമ്മുടെ ബാക്കി രൂപങ്ങളിലാണ് നമ്മുടെ അംഗൻവാടി വർക്കർമാർ, അവര് ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ അവരെ ഏറ്റെടുക്കും. ഇപ്പൊ ജനപ്രതിനിധികളത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അപ്പം വളരെ ഭംഗിയായിട്ട് തന്നെ വരും വർഷങ്ങളിലും നമ്മുടെ കലോത്സവം കൂടെ ഭംഗിയായി കൊണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, വാർഡ് മെമ്പർമാരായ PS വനജ, ജയ പ്രതാപൻ, ശ്രുതി ശ്രീശങ്കർ, ശ്രുതി വിജിൽ, സുനിത ജിനു, പ്രജിത്ത്, ധന്യ സുനിൽ, സിനി പ്രദീപ് എന്നിവർ സംസാരിച്ചു. അമ്മയുണ്ടായിരുന്നെങ്കിൽ മുറ്റത്തു പൂക്കൾ പുഞ്ചിരി പകർന്നേരം
സഞ്ചാരികളെ ആകർഷിക്കാനൊരുങ്ങി പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം. പൊതുയിടത്തിൽ മാലിന്യത്തിന് വിട നൽകിയ നവപാരളം എന്ന ആശയമാണ് പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടത്തെ സൃഷ്ടിച്ചത്. പാറളം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലാണ് മനോഹരമായ പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം. പൊതുയിടങ്ങൾ മാലിന്യ കേന്ദ്രമാകുന്നതിനെ എങ്ങനെ സൗന്ദര്യവൽക്കരിക്കാമെന്നതിന് നേർസാക്ഷ്യമാണിത്. 2020 പുതിയ ഭരണസമിതി നിലവിൽ വന്നതിനുശേഷം മാലിന്യത്തിന് വിട നൽകി നവപാരളം എന്ന ആശയത്തിലെത്തി. വാർഡ് മെമ്പർ ജെയിംസിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും കൈകോർത്തതോടെ ഓരോ ഓണവും സൃഷ്ടിച്ചത് ചെണ്ടുമല്ലി വസന്തമായിരുന്നു. ഇക്കഴിഞ്ഞ ഓണത്തിന് 2000 ചെണ്ടുമല്ലി ചെടികളാണ് ഇവിടെ പൂത്തുലഞ്ഞത്. ചെണ്ടുമല്ലി പാടത്തിന്റെ ദൃശ്യഭംഗിക്ക് കൂടുതൽ മിഴിവേകാൻ വാർഡ് മെമ്പർ ജെയിംസ് ഇവിടെ സെൽഫി കോർണറും സജ്ജമാക്കി. ഇതോടെ ധാരാളം പേരാണ് പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലി പാടത്തെ നിറങ്ങളുടെ കാഴ്ച കാണാൻ എത്തിത്തുടങ്ങിയത്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം സഞ്ചാരികൾക്ക് നവ്യമായുള്ള ഉല്ലാസ കേന്ദ്രമായി. കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനായി ഇരിപ്പിടങ്ങളും ഊഞ്ഞാലുമെല്ലാം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് ഭരണസമിതി. ഇതിനിടെ വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും ഒത്തുചേരലിനുമായി വയോജന സായാഹ്നവും തീർത്തിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ ടൂറിസം ഇറങ്ങി വരികയാണ്. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും വലിയ വൃത്തിയോടുകൂടി തന്നെ നമ്മുടെ സമൂഹത്തിനാകമാനം നമ്മുടെ സായാഹ്നങ്ങൾ പങ്കിടാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അവരുടെ ജീവിത നിമിഷങ്ങൾ ആഹ്ലാദഭരിതമാക്കാനൊക്കെ ആയിട്ടുള്ള ധാരാളം സന്ദർഭങ്ങളും സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തുകൾ ഒരുക്കി കൊടുക്കുക. വലിയ മാറ്റങ്ങളാണ് നമ്മുടെ മേഖലയിലാകെ സംസ്ഥാനത്ത് ആകമാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ടൂറിസം എന്ന് പറയുന്ന മേഖലയിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്വ ടൂറിസം, നമ്മുടെ ശക്തമായ ഉത്തരവാദിത്വ ടൂറിസമാണ് നമ്മുടെ മേഖലയിലാകെ നന്നായി നടക്കുന്നത്. അത് വിദേശികൾ മാത്രമല്ല ഇത് കാണാൻ വരുന്നത്, നമ്മുടെ നാട്ടുകാരായ നമ്മുടെ ആൾക്കാർ പോലും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലേക്ക്, ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്നൊരവസ്ഥ, എക്സ്കർഷൻ പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടുവരികയാണ്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷനായി. എല്ലാ വർഷവും ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം എല്ലാ വർഷവും ഓണക്കാലങ്ങളിൽ ഇവിടുന്ന് പൂക്കൾ പറിച്ച് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും ഓണത്തിന് അത്തപ്പൂക്കൾ ഇടാനുള്ള പൂക്കളൊക്കെ നമ്മളോട് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ കുറച്ച് വൈകി പൂക്കളുണ്ടാവാൻ, പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ഓണത്തിന് അത്തം തൊട്ട് ഞങ്ങൾ കുറച്ച് പൂക്കളൊക്കെ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഉണ്ടായ പൂക്കളാണ് ഇവിടെ അതിമനോഹരമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം 9-ാം വാർഡിലെ ഇവിടെ ഒരു സെൽഫി കോർണർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിമനോഹരമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ 15 വാർഡുകളിൽ മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ആളുകൾ പോലും ഇവിടെ വന്നിട്ട് ഈ സന്ധ്യ സമയങ്ങളിൽ ഇവിടെ സെൽഫി എടുക്കുന്നുണ്ട്. അത് നമ്മുടെ 9-ാം വാർഡിലത്തെ മാഷിൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹത്തിൻ്റെ പേരിൽ സ്വന്തം പൈസ ചെലവഴിച്ചിട്ടാണ് ഇത്രയും നല്ലൊരു 20,000 രൂപയോളം ചെലവ് വരുന്ന ഈ ഒരു സെൽഫി കോർണർ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ആശ മാത്യു, മെമ്പർമാരായ ജെയിംസ്, സ്മിനു മുകേഷ്, വിദ്യാനന്ദനൻ, ജൂബി മാത്യു, PK ലിജീവ്, KK മണി, സുബിത സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു. വയോജനങ്ങൾക്ക് ചെണ്ടുമല്ലിപ്പാടത്ത് ഒന്നിച്ചുകൂടി സെൽഫി എടുക്കാനുള്ള അവസരമാണ് ഇതോടെ സാധ്യമായത്. പദ്ധതി പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നതോടുകൂടി പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാകുമെന്നത് തീർച്ചയാണ്. ചൊവ്വൂർ ഇറക്കത്ത് വീണ്ടും അപകടം. സ്വകാര്യ ബസ്സിടിച്ച് കാർ തകർന്നു. ഏതാനും ദിവസം മുൻപ് ചൊവ്വൂർ ഇറക്കത്ത് വെച്ച് സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരുന്നു. ഇതേ സ്ഥലത്തു തന്നെയാണ് വീണ്ടും അപകടമുണ്ടായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് വന്ന സെയിന്റ് ആന്റണീസ് ബ്രാവോ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വൂർ ഇറക്കത്ത് വെച്ച് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ പിൻഭാഗം തകർന്നു. ഇതിനിടെ അപകട സ്ഥലത്തെത്തിയ ബൈക്ക് യാത്രികൻ മൊബൈലിൽ അപകട സ്ഥലത്തെ ദൃശ്യം എടുത്തിരുന്നതിനെ ബസ് കണ്ടക്ടർ ചോദ്യം ചെയ്തിരുന്നു. മൊബൈലിൽ പകർത്തിയ ദൃശ്യം മായ്ച്ചു കളയണമെന്നാവശ്യപ്പെട്ട് കണ്ടക്ടർ എത്തിയത് സംഘർഷത്തിനിടയാക്കി. കണിമംഗലം മുതൽ ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ ആരോപിച്ചു. ഇതിനിടെ ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി. സമയം പാലിക്കാനാണ് ബസ് ഓടിക്കുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം മേഖലയിൽ അപകടം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നടപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഇടപെടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. എട്ടുമന ഊരകം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. റോഡിൽ വാഴനട്ടും പന്തം കൊളുത്തി പ്രകടനം നടത്തിയുമായിരുന്നു പ്രതിഷേധം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 13-16 വാർഡുകളിലെ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നതാണ് എട്ടുമുന ഊരകം റോഡ്. ഊരകം ഭാഗത്തേക്കും തിരിച്ചും യാത്ര ചെയ്യാനുള്ള പ്രധാന മാർഗമാണിത്.
തൃശൂർ കൊടുങ്ങല്ലൂർ പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം മറ്റിടങ്ങളിലേക്കുള്ള യാത്രക്കാരും ഈ റോഡിനെയാണ് യാത്രാമാർഗമായി ആശ്രയിക്കുന്നത്. ഈ റോഡിലെ യാത്ര കൊണ്ട് ജീവന് പോലും അപകടത്തിൽപ്പെടാവുന്ന രീതിയിൽ കൂവപ്പുഴ പ്രദേശങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം വലിയ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണെന്ന് പറയുന്നു. നിലവിൽ റോഡ് ഉപയോഗശൂന്യമായതിനാൽ കനാൽ വഴി 2-3 കിലോമീറ്റർ ചുറ്റിവളഞ്ഞ് ചേർപ്പിലേക്കും ഊരകത്തേക്കും യാത്ര ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. നിലവിലെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതരും മെമ്പർമാരും ശ്രമിക്കുന്നില്ലെന്നാണ് BJP ആരോപിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ഈ പ്രാവശ്യത്തെ വികസന സമിതി മീറ്റിംഗിൽ പല ആളുകളും ചോദിച്ചു, ചേർപ്പ് പഞ്ചായത്തിന്റെ ഗ്രാമസഭ, ചേർപ്പ് പഞ്ചായത്ത് ഈ 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ നടപ്പിലാക്കിയ ഒരു 3 പദ്ധതിയുടെ പേര് ഒന്ന് നിർദ്ദേശിക്കാനും ഒന്ന് പറയാനും പറഞ്ഞ സമയത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് ഭരണസമിതി കൈയാളുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റിനോ മറ്റാളുകൾക്കോ ഒരു പദ്ധതി പോലും ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഒരു പദ്ധതി പോലും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരിപൂർണ പരാജയമായ ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതി, ഈ കോൺഗ്രസിന്റെ ഭരണസമിതി വർഷങ്ങളായിട്ട് ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എട്ടുമന പ്രദേശത്തെ പരിപൂർണമായിട്ടും ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതിയായിരുന്നു അവർ ആസൂത്രണം ചെയ്തിരുന്നത്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് എട്ടുമന പ്രദേശത്ത് നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ട്. എല്ലാ വിഭാഗം ജനങ്ങളും, അതില് കോൺഗ്രസുകാരനും CPMകാരനും BJPക്കാരനും സർവ്വമതത്തിൽപ്പെട്ട ആളുകളും വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്ന ഒരവസ്ഥ, വേനൽക്കാലത്തും വർഷകാലത്തും വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് സംഭാവന ചെയ്ത ഒരു ഭരണസമിതിയാണ് ചേർപ്പ് പഞ്ചായത്തിന്റെ ഭരണസമിതി. ചക്കളത്തി പോര് കളിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പരിപൂർണമായി അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെ നടപ്പിലാക്കില്ല എന്ന വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ മുന്നണികളെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ചെറിയ പാലം മുതൽ KLDC ബണ്ട് റോഡിന്റെ ടാറിംഗ് പ്രവർത്തനം മുന്നറിയിപ്പില്ലാതെ നിർത്തിവെച്ചതിനെതിരെ പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവും നടത്തി. 50ഓളം പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി CS സുനിൽ, BJP ഏരിയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നിതിൻ കൃഷ്ണ, ബിജോയ്, സന്ദീപ്, രാജൻ, വിമോദ്, അഭിലാഷ്, വിമൽ K രാജ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വെങ്ങനശ്ശേരി അമ്പാടി ബാലഗോകുലം സ്നേഹനഗറിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭയാത്ര ഏറെ മനോഹരമായി. കൃഷ്ണവേഷം ധരിച്ച ഉണ്ണിക്കണ്ണന്മാർ ശോഭയാത്രയെ ശ്രദ്ധേയമാക്കി. ചിന്തുപാട്ട് ശോഭയാത്രയ്ക്ക് അകമ്പടിയായി. ശോഭയാത്ര പിന്നീട് മേപ്രങ്ങാട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന മറ്റു ചടങ്ങുകളോടെ സമാപിച്ചു. സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൗകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഭരത് ചന്ദ്രൻ. സിനിമ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ എഴുത്തുരുത്തിൽ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ചു കിടക്കുന്ന ചില കൈപ്പഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കില്ല, നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചന്ദ്രപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. ഈ സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറെ. എന്തിനു സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല, അങ്ങനെ തന്നെ. അത് ജനപക്ഷമാണ്. എന്തൊക്കെയാണ് വൈപ്പിനിലെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ 400 ചില്ലാനം കോടി അവിടെ ചെലവാക്കുന്നു. തുച്ഛമായ കോടികൾ മതി വൈപ്പിനിലുള്ളവർക്ക്. ഇത് പറഞ്ഞ രാഷ്ട്രീയമാകും. അത് രാഷ്ട്ര വികസനത്തിന്റെ ഭാഗമാണ്. അതിൽ സിനിമ ഭാഗമാക്കാവുന്ന. പക്ഷെ അതുപോലും അവര് പ്രചോദിപ്പിച്ചിട്ടില്ല, അല്ലേ? അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമാണ്, നല്ല കാര്യം. ഇനിയും ഞാനിതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. ആ പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ. ആർജവം കാണിക്കണം, അതിനുള്ള ചങ്കൂറ്റവും കാണിക്കണം. ഇനിയും വേലായുധൻ ചേട്ടന്മാരെ താൻ അയക്കും. പാർട്ടിക്കാർ തയ്യാറായി ഇരുന്നോളണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു.
സോഷ്യൽ മീഡിയ പ്രചരണങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ലെന്നും പറ്റാവുന്നത് പറ്റും എന്നു പറയും, പറ്റാത്തത് പറ്റില്ലെന്ന് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസന പ്രശ്നങ്ങളിൽ BJPയുടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകും. നിവേദനങ്ങൾ തനിക്ക് നേരിട്ട് നൽകേണ്ടതില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ ഏൽപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആദ്യാവസാനം MP, MLA, നഗരസഭ എന്നിവരെ കുറ്റപ്പെടുത്തിയ സുരേഷ് ഗോപി വികസനം വേണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. BJP സൗത്ത് ജില്ലാ സെക്രട്ടറി AR ശ്രീകുമാർ, വിദ്യാർത്ഥിദായിനി സഭാ പ്രസിഡന്റ് പ്രൊഫസർ CG ചെന്താമരാക്ഷൻ എന്നിവർ സംസാരിച്ചു. എറവ് ആറാങ്കല്ലിൽ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. എടമുട്ടം സ്വദേശി 27 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ആറാംകല്ല് പെരുമ്പുഴ പാടത്താണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. തൃശൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടറും കാറും തമ്മിൽ അല്പമകലെ നേർക്കുനേർ വരികയും പിന്നാലെ സ്കൂട്ടർ യാത്രികൻ വാഹനം റോഡിന്റെ അരികിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ എതിരെ വന്ന കാർ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയിരുന്നു. അപകടത്തിൽ റോഡിൽ തെറിച്ചു വീണ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. യുവാവിനെ ഉടൻ തന്നെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ചികിത്സയിലിരിക്കെയാണ് വിയോഗം. ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവായിരുന്നു കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴി. മാനന്തവാടി രൂപതയുടെ ആദ്യ ബിഷപ്പും താമരശ്ശേരി രൂപതയുടെ 2ാമത്തെ ബിഷപ്പുമായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,240 രൂപ, പവന് 81,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്വകാര്യ ബസ്സിൽ വെച്ച് യാത്രക്കാരിക്ക് മാനഹാനി വരുത്തിയ യുവാവ് അറസ്റ്റിൽ. ആളൂർ സ്വദേശി പള്ളിത്തറ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജു ആണ് അറസ്റ്റിലായത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവമായ വർണ്ണശലഭങ്ങൾ നടന്നു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് വർണ്ണശലഭങ്ങൾ. സഞ്ചാരികളെ ആകർഷിക്കാനൊരുങ്ങി പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം. പൊതുയിടത്തിൽ മാലിന്യത്തിന് വിട നൽകിയ നവമാറളം എന്ന ആശയമാണ് പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടത്തെ സൃഷ്ടിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.